ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ പണ്ട് GTT അതായത് ഗുഡ് ടിൽ ട്രിഗർ എന്ന ഓർഡറിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആപ്പിനകത്ത് എങ്ങനെയാണ് നമുക്ക് 1 ഇയറിലേക്ക് വാലിഡിറ്റി ഉള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ആപ്പിൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഓപ്ഷൻസ് വരുന്നില്ലല്ലോ, എങ്ങനെയാണ് ഇപ്പം നമ്മൾ GTT ഓർഡർ ആപ്പിനകത്ത് പ്ലേസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടിട്ടില്ല, ഈ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. GTT എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോക്കകത്ത് ആ ഡീറ്റെയിൽസ് പറയുന്നില്ല. ബേസിക്കലി ആപ്പിനകത്ത് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് മാത്രമാണ്, ഈ ഓപ്ഷൻ എവിടെ നിന്ന് എടുക്കാമെന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ടാവും. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്, നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മളിവിടെ താഴെ ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട്, ഈ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ. അതായത് ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ടുള്ള ഈ അപ്ഡേറ്റ് വന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് വരിക. അപ്പോൾ എല്ലാവരും തന്നെ സ്ക്രീനിൽ ഈ രണ്ടെണ്ണമായിരിക്കും ആദ്യം കാണുള്ളൂ. ഇത് നമുക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് നോക്കാം. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ GTT എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GTT ഓപ്ഷൻ എടുക്കാം. നേരത്തെ ഡയറക്റ്റ്ലി മെനു എന്നാണ് എടുത്തിട്ടിരുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി എടുക്കാവുന്നതാണ്. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. ഡയറക്റ്റ്ലി ഇവിടെ നമുക്ക് സ്റ്റോക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, കിറ്റ് സെർച്ച് ചെയ്യാം, സ്റ്റോക്ക് സെർച്ച് ചെയ്യാം, നമുക്ക് എടുക്കാം. ബാക്കിയെല്ലാം മറ്റേ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയറെല്ലാം സെയിം ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ GTT ഞാൻ ഈ ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് GTT ഓപ്ഷൻ അവർ തൽക്കാലത്തേക്ക് നിർത്തിയെന്നാണ്. പിന്നെ 2-3 പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയത്. അത് കാരണമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കിടക്കുന്നുണ്ട്, അതിലേക്ക് വോയിസ് ഇട്ടാൽ മതി. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, GTT നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് നല്ല ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് പോലെ ഓർഡർ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഏതായാലും യൂസ് ചെയ്യുക. അക്കൗണ്ട് പിന്നെ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ലിങ്ക് കിടക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ റെഫറൽ കമ്മീഷൻ കിട്ടും. എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. Bye friends, thanks for watching my video.